കടലിൽ തേനൊഴുകണ കോഴിക്കോട് കടലമ്മ മുത്തണ കര കോഴിക്കോട് അലുവ മനസ്സുള്ളൊരീ കോഴിക്കോട് വേണേ കണ്ടോളി ചങ്ങായി നമ്മടെ കോഴിക്കോട്. കോഴിക്കോട് ബീച്ചിൽ വന്നാൽ ഈ ജാതി സാധനമൊക്കെ ട്രൈ ചെയ്യണം. എന്താ മധുരം. അനിയാന്നിൽ ഈ പൈനാപ്പിൾ പോലെ കുറച്ച് മധുരമുള്ള കഴിക്കാൻ തോന്നുന്ന ഒരു സാധനം, പക്ഷെ എരിവുള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഐറ്റംസ് കുറേ നമ്മുടെ ചുറ്റുമുണ്ട് കോഴിക്കോട് ബീച്ചിൽ. ഏതെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല. പ്രാങ്കാണോ? അല്ലല്ലോ. അല്ല, പ്രാങ്ക് ഒന്നല്ല പറയാം. ഓക്കെ, അതിലിപ്പോ നമുക്ക് മസാല സർബത്തുണ്ട്, പിന്നെ ഐസ് വരത്തിയതുണ്ട്, പിന്നെ നമ്മുടെ പുളിനാരങ്ങില്ലേ അതിങ്ങനെ നടുക്കൊക്കെ മുറിച്ചിട്ടേ അതിങ്ങനെ ഇങ്ങനെ മസാല ഇട്ടെ ഇങ്ങനെ ഇങ്ങനെ. വേറെ ഏതെങ്കിലും ഉണ്ടാ? വേറിപ്പം ഏതല്ലേ ഒരൈറ്റം ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ കണ്ട, ഇത് മെയ് 2023 ചോദിച്ച ചോദ്യമാണേ. ഇത് നമ്മളെ കാണുന്ന സമയത്ത്, പെട്ടെന്ന് കാണുന്ന സമയത്ത് ഇത് നമുക്ക് എരിവായിട്ട് തോന്നും. ഓക്കെ, ആക്ച്വലി ഇത് എരിവ് തന്നെയാണ്. നമ്മളിപ്പോൾ യഥാർത്ഥ സ്റ്റെപ്പിലൂടെ സംഭവം ചെയ്ത് ഉത്തരത്തേക്ക് എത്താൻ പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്, ടാസ്ക്കാണ്. അപ്പോൾ എരിവ് തന്നെയാണ്. പക്ഷേ ഏത് എരിവിനെയും മധുരമാക്കാനുള്ള ഒരു ഐഡിയ നമുക്ക് കയ്യിലുണ്ടല്ലോ. വാട്ട് ഇസ് ദാറ്റ്? ഷോർട്ട് കട്ട്. യെസ്, നമുക്ക് ഈ ചോദ്യം എന്ത് ചെയ്യാം, ഒന്ന് ഷോർട്ട് കട്ടിലൂടെ ചെയ്യാം. നമുക്കിതിനെ മധുരാക്കാം. എന്താ മക്കളെ ചോദ്യം വായിക്കുന്നുണ്ട്. ദി നമ്പർ ഓഫ് ഇന്റഗ്രൽ ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എന്താ ദിസ് വൺ. ഓക്കെ, അപ്പോൾ എത്ര ഇന്റഗ്രൽ ടേംസ് ഉണ്ടെന്നാണ് ഇതിൻ്റെ ചോദ്യം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നോക്കണേ. ആദ്യം ഈ 650 എടുക്കുക. ഓക്കെ, 650 എടുക്കുക. എന്നിട്ടോ എന്നിട്ട് ഡിവൈഡ് ചെയ്യുക. ആരെക്കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നറിയാം? നമ്മൾ ഇതാ ഈ പറഞ്ഞ 2 നമ്പേഴ്സ് അല്ലേ മക്കളെ, താഴത്തെ 2 നമ്പർ ഏതാ? 2ഉം 4ഉം അല്ലേ? 2ന്റെയും 4ന്റെയും LCM എടുക്കുക. 2ന്റെയും 4ന്റെയും LCM എന്താ? നമുക്കറിയാം, എന്താ? 4 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താക്കുന്ന ഈ 650നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഒരു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ സംഭവം കൂടെ കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയടാ? നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ 650നെ ഇങ്ങോട്ടേക്ക് ഒന്നും കൂടി എടുക്കുക. ഓക്കെ അല്ലേ? എന്നിട്ട് ഇവിടെയുള്ള ഈ ഫസ്റ്റ് ടേം കണ്ടോടാ, ഇതിൻ്റെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആൻസർ എക്സാക്റ്റ് കിട്ടുന്നത് വേണ്ട, നമുക്ക് ഇതിൻ്റെ ആൻസർ ഇൻറ്റിജർ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇൻറ്റിജർ കിട്ടുന്നുണ്ടോ? യെസ്, കാരണം 650/2 എന്ന് പറയുമ്പോൾ എത്രയാ? 340 ആണ്. അത് എന്താണ്? ഇൻറ്റിജറാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇൻറ്റിജർ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ ഒരു +1 കൊടുക്കുക. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണ്ട? +1 കൊടുക്കണ്ട. ഇത് ഇൻറ്റിജർ അല്ല, വേറെ ഏതെങ്കിലും നമ്പറാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? +1 കൊടുക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 650നെ 4 കൊണ്ട് അടിച്ചാൽ എത്രയാ? അയ്യോ, എത്രയാ? 650 170 അല്ലേ? 170 1 മക്കളെ 171 ആൻസറായി. ഓക്കെ, നമുക്ക് ഒരു ചോദ്യം കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ദ നമ്പർ ഓഫ് റാഷണൽ ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് ദിസ് വൺ. പക്ഷേങ്കിൽ മക്കളെ ഇതിൽ ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ ട്രിക്ക് ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് വേണമെന്നറിയാം? ഈ 2 നമ്പേഴ്സും എന്തായിരിക്കണം? പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. ഇത് പ്രൈമാണോ? അല്ല, പ്രൈം അല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? അതിനെ പ്രൈം ആക്കണം. നമുക്ക് എങ്ങനെയാണ് പ്രൈം ആക്കാം? നമുക്കറിയാം അല്ലേ? എന്താ ഈ 4 എന്ന് പറയുമ്പോൾ എന്താ? 2ന്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ 2² ഹോൾ റൈസ് ടു 1/4 എന്നാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 5 റൈസ് ടു എന്ത് വരും? 1/6 ഹോൾ റൈസ് ടു 120. ഇനി 2² ഹോൾ റൈസ് 1/4 നമുക്ക് എന്ത് എഴുതാം മക്കളെ? 2 റൈസ് 1/2 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 5 റൈസ് ടു 1/6 ഹോൾ റൈസ് 120. ഇപ്പോൾ ഉള്ള 2 പേരും എന്തായി? പ്രൈം നമ്പേഴ്സായി. ട്രിക്ക് ഒന്നുമില്ല. എന്താണ്? ഈ നമ്പർ എടുക്കുക 120. ഓക്കെ, ഡിവൈഡ് ചെയ്യുക. ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? ഇതാ ഇവർ 2 പേരുടെയും LCM അല്ലേ? 2 ഉണ്ട്, 6 ഉണ്ട്. 2ന്റെ 6ന്റെ LCM എന്താ മക്കളെ? 6 ആണ് അല്ലേ? എന്നിട്ട് നമ്മളിവിടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ കൊടുക്കുക അല്ലേ? എന്നിട്ട് +1 കൊടുക്കണം, വേണ്ടയോ നമ്മൾ തീരുമാനിക്കണം. എങ്ങനെ നമ്മൾ എടുക്കുക? ഇവിടെയുള്ള 120 എടുക്കുക. എടുത്തു. എന്നിട്ടോ ഈ നമ്പർ, ഇതാ ഫസ്റ്റ് ടേമിൻ്റെ ഈ നമ്പർ കൊണ്ട് നമുക്ക് എന്താ? ഡിവൈഡ് നോക്കി. ഇൻറ്റിജർ കിട്ടുന്നുണ്ടോ? യെസ്, കിട്ടുന്നുണ്ട്. അപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു +1 കൊടുക്കണം. ഓക്കെ, അപ്പോൾ 120/6 എത്രയാ? നമുക്കറിയാം അല്ലേ? 2. ഓക്കെ, 20 അല്ലേ? +1 ഉത്തരം എത്രയാ മക്കളെ? 21. കിട്ടുന്നല്ലേ? നമ്മളിത് എരിവിനെ എന്താക്കി അടിപൊളിയാക്കിയിട്ട് നമ്മൾ മധുരാക്കി മാറ്റി. ഓക്കെ, സോ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളേട്ടാ നമ്മളിത് കഴിഞ്ഞിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു മാങ്ങ അച്ചാർ കഴിക്കാം. ഓക്കെ.